നമസ്കാരം, സുഹൃത്താണ്. +2 മാത്സിന്റെ ക്രിസ്മസ് എക്സാമിന്റെ ആൻസർ ഷീറ്റ് ഒക്കെ ഇപ്പൊ എല്ലാ കുട്ടികളുടെയും ഏകദേശം എത്തിക്കഴിഞ്ഞ് കാണും. ഞാൻ മറ്റുള്ള സബ്ജക്റ്റ് ഒന്നും പറയുന്നില്ല, കാരണം എനിക്ക് കൂടുതൽ അധികാരമായിട്ട് പറയാൻ പറ്റുന്നത് മാത്സ് ആണ്. കുറെ പേരുടെ പേപ്പറും ഒക്കെ ഞാൻ കണ്ടിരുന്നു. അതിൻ പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. നിങ്ങൾക്ക് എന്തായാലും ഒരു കോൺഫിഡൻസും കിട്ടണമല്ലോ. നമുക്ക് ഈ റിസൾട്ട് വന്നപ്പോൾ ആദ്യം ഒരു ട്രാജഡി പോലായിരുന്നു, പിന്നെ ഇതൊരു കോമഡി ആയിട്ട് മാറിയ അവസ്ഥ, അല്ലെങ്കിൽ മാറും ഉടൻ തന്നെ. അതാണ് ഞാൻ നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കുന്നത്. എല്ലാവരുടെയും റിസൾട്ട് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികളൊന്നും സ്കൂളിൽ പോയി കാണത്തില്ല. ഈ ആഴ്ച അറിയാം റിസൾട്ട് ഒക്കെ എല്ലാവരും തരും. അപ്പൊ ക്ലാസിന്റെ എല്ലാവരുടെ മുന്നിൽ ചിലപ്പം ഫെയിൽ ആവുമെന്ന് തോന്നുന്നവരോ മാർക്ക് കുറയുമെന്ന് തോന്നുന്നവരൊക്കെ പോകുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യും? പലരും ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞാൻ പോയില്ലായിരുന്നു, എനിക്ക് പേപ്പർ കിട്ടിയില്ല എന്നൊക്കെയുള്ള കാരണം കുറച്ച് ദിവസം കൂടെ കൊണ്ടു നടക്കാം. എന്തായാലും ഉടൻ തന്നെ സ്കൂളിൽ പോയി ഇത് വാങ്ങിച്ചേ പറ്റൂ. പ്രോഗ്രസ് കാർഡൊക്കെ കിട്ടി, പേരൻസ് മീറ്റിംഗിന്റെ അവിടെ വെച്ച് നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും ഇത് കിട്ടുകയും ചെയ്യും. എത്ര നമ്മൾ മാറി നിന്നാലും നമ്മൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേ പറ്റൂ, ഇത് വാങ്ങിച്ചേ പറ്റൂ. അതൊന്നുമല്ല നമ്മുടെ കാര്യം. ഈ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞു, ക്ലാസ്സിലെ പകുതിയിൽ ഏറെ എന്ന് പറഞ്ഞാൽ ഒരു 60 കുട്ടികളുള്ള ക്ലാസ്സിൽ 40 പേരും മിക്കവാറും ഫെയിൽ ആയിട്ടുണ്ടാവും. അതിൽ കൂടുതലും ഫെയിലായ ക്ലാസ്സുകൾ ഉണ്ടാവാം. പിന്നെ പകുതിയിൽ കൂടുതൽ ജയിച്ചവരുടെ എണ്ണം ഉള്ളത് വളരെ കുറവായിരിക്കും. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ എക്സാം 2 രീതിയിൽ കൂടെയാണ് നിങ്ങളെ ഇത് ബുദ്ധിമുട്ടിച്ചത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാതാണ് ഓൾറെഡി ഈ എക്സാമിന് പങ്കെടുത്തത്, ശരിയല്ലേ? ആരുമേ ഒന്നും വൃത്തിയായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. രണ്ടാമത് സ്കൂളിൽ പഠിപ്പിച്ചത് വന്ദേ ഭാരത് പോകുന്ന പോലെ ആയിരുന്നു, നമ്മൾ പോലും കണ്ടില്ല, സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കുഴപ്പം കൊണ്ട് ഈ ചാപ്റ്ററിന്റെ പേര് പോലും അറിയാതെ പോയി എക്സാം എഴുതിയവരാ പലരും. അപ്പൊ ഇതിന്റെ കാരണത്തിൽ തന്നെ മാർക്ക് ഒന്നുമേ കിട്ടി കാണത്തില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും മോശപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട മാർക്കായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ ഓർത്ത് ബുദ്ധിമുട്ടണോ അല്ലെങ്കിൽ പ്രയാസപ്പെടണോ എന്ന ചോദ്യത്തിന് എനിക്ക് 1-2 കാര്യങ്ങൾ അതിനുവേണ്ടി പറയാനുള്ളത്. അതിന് മുൻപായിട്ട് നിങ്ങളുടെ ഈ മാർക്കിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറവ് മാർക്കാണെന്ന് പറഞ്ഞു. പല കുട്ടികളും ഏറ്റവും നന്നായിട്ട് ജീവിതത്തിൽ ഇത്രയും നാൾ നന്നായിട്ട് പഠിച്ചു വന്നവർക്ക് ഇച്ചിരി വിഷമം ഉണ്ടായി കാണും. കാരണം അവർക്ക് ഇങ്ങനെ ഒരു മാർക്കേ കിട്ടി കാണത്തില്ല. 60-ൽ 30-ഉം 35-ഉം എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ മാർക്കായിട്ടാണ് പല കുട്ടികളും കാണുന്നത്. പക്ഷെ നല്ലപോലെ മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുട്ടികൾക്കൊക്കെ ഈ 60-ൽ 30-ഉം 35-ഉം ഒക്കെ ഇച്ചിരി വിഷമം പിടിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം എപ്പോഴും അവർ 60-ൽ 55-ന് മേളിൽ ഇങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ ഇടിച്ച് നിന്നുകൊണ്ടിരുന്നവരാണ് 30-35 എന്ന് പറഞ്ഞ റേഞ്ചിലോട്ട് താഴുന്നത്. അപ്പൊ അവർക്കൊരു വിഷമം തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇതെല്ലാ വർഷങ്ങളിലും ഈ ഫിനോമിന നടക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ വർഷവും ഇങ്ങനെ നടന്നാലും പബ്ലിക് എക്സാം ആവുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് തിരിച്ചു വരുന്ന റിക്കവറി ഉണ്ടാവും. അത് നിങ്ങളും കാണിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിക്കവറി നിങ്ങളും ചെയ്ത് കാണിക്കണേ എന്നാണ് പറഞ്ഞത്. കാരണം ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാനുള്ള സമയമാണ്. പലരും പല പേപ്പറിലും, ഇപ്പൊ മാത്സ് മാത്രമല്ല, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും എല്ലാം ഒട്ടും മാറ്റമില്ല, ഇതേപോലൊക്കെ തന്നെയായിരിക്കും. ഞാൻ പല പേപ്പറും ഒന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ടീച്ചേഴ്സ് പരമാവധി മാർക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റെഴുതിയവർക്ക് 1-ഉം 1.5 ഇട്ട് കൊടുത്ത് എനിക്കതൊരു പ്രോത്സാഹന സമ്മാനം പോലെ തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെച്ചുകൊണ്ടാണ് പലരും ജയിച്ചത് തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് ഇനിയിപ്പോ നമ്മൾ ഓർത്തിട്ട് കാര്യമില്ല. കാരണം കൂടുതൽ മാർക്ക് ഒരു ടീച്ചറിന് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. കാരണം നേരിട്ടുള്ള ഇടപാട് ടീച്ചേഴ്സ് നിങ്ങളുടെ കയ്യിലോട്ട് തരുമ്പോൾ നിങ്ങളത് നോക്കുമ്പോൾ വേണ്ട ഈ ടീച്ചർ എന്തോ കണ്ടുകൊണ്ടാവണോ മാർക്ക് കിട്ടുമെന്ന് തന്നെ തോന്നും. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് ഒത്തിരി മാർക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും പരമാവധി മാർക്ക് നിങ്ങൾക്ക് ഓരോ ടീച്ചർമാരും ഇതിനു വേണ്ടി തന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് വിഷമിക്കാതെ അടുത്ത നടപടിയിലോട്ട് പോകണം. അടുത്ത നടപടി അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. ഇനി നിങ്ങളുടെ മുന്നിൽ പ്രാക്ടിക്കൽ എന്ന് പറയുന്ന വലിയൊരു കടമ്പ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിനുള്ള സമയമേ നിങ്ങളുടെ എക്സാമിന് മുൻപായിട്ട് ഉള്ളൂ തന്നെ. പക്ഷെ ഈ സമയം കൊണ്ട് ഇനിയും നിങ്ങൾ തിയറി പഠിച്ചില്ലെങ്കിൽ അത് വലിയൊരു പണിയായിട്ട് മാറും. ഇപ്പോൾ വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരും വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇനി കൊണ്ട് വരാൻ പോകുന്ന വർഷങ്ങളെല്ലാം ഇത് സംഭവിക്കും. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇത് കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഫെയിൽ ആവുന്നവരുടെ എണ്ണം വളരെ എണ്ണത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളായിട്ട് അതിനൊരു തടയിടണം, മീൻസ് സ്റ്റോപ്പ് ഇടണം. നിങ്ങളുടെ റിസൾട്ട് ഒന്ന് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. കഴിഞ്ഞ വർഷം 77-75 ഒക്കെ എത്തി കേട്ടോ റിസൾട്ട്. എന്ന് പറയുമ്പോൾ 75% എന്നൊക്കെ പറയുമ്പോൾ 25% ഫെയിൽ ആവുന്നു. ഈ 25% എന്ന് കേൾക്കുമ്പോൾ പേടിക്കും കേട്ടോ, വലിയൊരു നമ്പറാണേ. 25% എന്താ ഉണ്ട്, ഏകദേശം ഒരു 80,000 പേരോളം ഫെയിൽ ആയിട്ടുണ്ട് കേട്ടോ.
അപ്പൊ അതുകൊണ്ട് ആ ഭീതിപ്പെടുത്തുന്ന നമ്പറിലോട്ട് പോകാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് വളരെ പണിയായിട്ട് പോകും. അപ്പൊ എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ വർഷങ്ങളും ഇത് കാണുമെങ്കിലും പബ്ലിക് എക്സാം ആകുമ്പോൾ പല കുട്ടികളും അടിപൊളിയായിട്ട് ഫുൾ മാർക്കിൽ എത്തിപ്പെടുന്നതായിട്ട് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മാജിക് നമ്പറിലോട്ട് പല കുട്ടികളും എത്താറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു മോട്ടിവേഷനോടെ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇപ്പൊ നിൽക്കുന്ന ഈ സ്റ്റേജിൽ തന്നെ നിങ്ങൾ നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാനുള്ള ടെൻഡൻസി ഇനിയുള്ള ആ സമയങ്ങളിൽ തോന്നില്ലെങ്കിൽ തോന്നിക്കണേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഫെയിൽ ആവുന്ന കൂട്ടത്തിലൂടെ നമ്മളും പിന്തള്ളി പോകാം. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള സമയം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം. എല്ലാം പഠിക്കാനുണ്ട്, എല്ലാ സബ്ജക്റ്റും പഠിക്കാനുണ്ട്. എല്ലാവർക്കും ഫുൾ A+ കിട്ടണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, നന്നായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഇതൊരു കോമഡി ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുകൊണ്ടല്ല പറഞ്ഞത്. ആദ്യം കുറെ കുട്ടികൾ ഇതിന് റിസൾട്ട് കണ്ടപ്പോൾ വിഷമിച്ചു. അത് 1-2 ദിവസങ്ങളെ അത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. പല കുട്ടികളും ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ പോയി പഠിക്കപ്പെടാം, എന്നെ ആരും ഫോൺ വിളിക്കല്ലേ, ഞാൻ ഫോണൊക്കെ ഓഫ് ആക്കി വെച്ച് വീട്ടുകാരനെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ പോലും ഞാൻ പോകത്തില്ല, എനിക്ക് പഠിക്കണം എന്നൊക്കെയുള്ള ഒരു തോന്നലോടുകൂടിയാ ഈ 2-3 ദിവസം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വീട്ടുകാരൊന്നും, കാരണം നിങ്ങൾക്ക് തോന്നുന്നു വീട്ടുകാർ വളരെ വിഷമിച്ചിരിക്കുകയാണ്, ഇനി നമ്മൾ ഇങ്ങനെ ഉഴപ്പാൻ പാടില്ല എന്ന് തോന്നുന്ന പല കുട്ടികളും ഉണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മാറി പഴയ പോലെ ആവും. അതാ ഞാൻ പറഞ്ഞത്, ഒരു കോമഡി ആയിട്ട് പിന്നീട് മാറുന്ന. ആദ്യം ട്രാജഡിയായി വിഷമമൊക്കെ ഉണ്ട്, പിന്നെ ഇതൊരു കോമഡി ആയിട്ട് പഴയതിലും ഉഴപ്പുന്ന രീതിയിലോട്ട് മാറുന്നവരുമുണ്ട്. ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ്, വളരെ കുറച്ചേ ഉള്ളൂ. പഠിക്കാൻ ഒത്തിരി ഉണ്ട് താനും. പലർക്കും പല ചാപ്റ്റേഴ്സുകളും ഇപ്പൊ സ്കൂളിലെല്ലാം ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കാണും. പക്ഷെ പലർക്കും അതിനെക്കുറിച്ചൊന്നുമേ അറിവും കുറവാണ്. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ഓരോ ചാപ്റ്ററുകളും തീർക്കാൻ വേണ്ടി ടൈം ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. പോലെ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കവറായി ചെയ്യണം എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. വിട്ടുകൊടുക്കുന്ന മക്കളെ, തോൽവിയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും, അതൊന്നും ഒരു പ്രോബ്ലം അല്ല. ഇതിലും വലിയ വിജയത്തോടുകൂടി തിരിച്ചു വരുമ്പോൾ മറ്റവനൊക്കെ എവിടെയോ മാഞ്ഞു പോകും. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ വളരെ എളുപ്പത്തിൽ ഫുൾ മാർക്കിൽ എത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് മീൻസ് A+ഓ അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഫുൾ മാർക്ക് തന്നെ എത്തിക്കുന്ന ക്ലാസ്സുകൾ കിട്ടും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.